ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ മീൻകറിയാണ്. അതിന് മുന്നൊരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചീരുള്ളി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 7 അല്ലി ചീരുള്ളി 8 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചതച്ചതാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കണം. അതിനുശേഷം ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അത് വെന്തതിന് ശേഷം നമ്മൾ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ മുളക് പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കണം പൊടി. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഉലുവയും കടുകും പൊടിച്ചതാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരണത്. അതിനു മുമ്പായിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് kodumpuly ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് പുളി ഇട്ടതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ എല്ലായിടത്തും മസാല പിടിക്കണം. ഇനി അടച്ചു വെക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.